ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആദ്യം വഖഫ് നിയമ ഭേദഗതിക്ക് സ്റ്റേ ഇല്ല. എന്നാൽ അന്വേഷണം നടക്കുമ്പോൾ സ്വത്ത് വഖഫ് അല്ലാതാകുന്ന വകുപ്പിന് സുപ്രീം കോടതി സ്റ്റേ നൽകിയിട്ടുണ്ട്. കോടതി നിർണായക ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കുന്നത് തടയണമെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. ജിഷ്ണു കൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ജിഷ്ണു, ആദ്യം വിശദാംശങ്ങൾ. വഖഫ് നിയമ ഭേദഗതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിന്മേൽ ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും സ്റ്റേ ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിലെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ യാതൊരു തരത്തിലുമുള്ള ഇടപെടലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കോടതി ഇടപെട്ടിട്ടുള്ളതാകെ 3 വിഷയങ്ങളിലാണ്. അതായത് വഖഫ് നിയമ ഭേദഗതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിലൊന്ന്, ഈ 5 വർഷം മുസ്ലിം മതം അനുഷ്ഠിച്ചവർക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കൂ, ഭൂമി വഖഫ് നൽകാൻ അല്ലെങ്കിൽ സ്വത്ത് വഖഫിന് നൽകാൻ സാധിക്കൂ എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവന്നിരുന്നു. അത് കോടതി ഇടപെട്ടുകൊണ്ട് റദ്ദാക്കിയിരിക്കുകയാണ്. കൂടാതെ മറ്റൊരു കാര്യം, വഖഫ് സ്വത്തിന്മേൽ അവകാശ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചാൽ പിന്നീട് ആ അന്വേഷണ ഘട്ടത്തിൽ സ്വത്ത് വഖഫ് അല്ലാതായി മാറും എന്നൊരു ഭേദഗതി ഉണ്ടായിരുന്നു, എന്നൊരു വകുപ്പുണ്ടായിരുന്നു. അതിലും കോടതി ഇടപെട്ടുകൊണ്ട് സ്റ്റേ നൽകിയിരിക്കുന്നു. കൂടാതെ ഈ 2 വിഷയങ്ങളിൽ മാത്രമാണ് കോടതി സ്റ്റേ നൽകിയിട്ടുള്ളത്. ബാക്കി പ്രധാനപ്പെട്ട വകുപ്പുകളിൽ, വഖഫ് നിയമ ഭേദഗതിയുടെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നും ഇടപെടാനോ അല്ലെങ്കിൽ നിയമ ഭേദഗതി സ്റ്റേ ചെയ്യാനോ കോടതി തയ്യാറായിട്ടില്ല. ഹർജിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അതായത് 72ലധികം ഹർജികൾ സുപ്രീം കോടതിക്ക് മുൻപിലെത്തിയിരുന്നു. മുസ്ലിം ലീഗ്, കൂടാതെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, കോൺഗ്രസ് എംപിമാർ, RJD, സമാജ്വാദി പാർട്ടി, AAP, ഇടത് എംപിമാർ, അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി, അങ്ങനെ 72ലധികം ഹർജികൾ കോടതിക്ക് മുൻപിലേക്ക് എത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും റദ്ദാക്കണമെന്നും അത് അടിയന്തരമായി റദ്ദാക്കണമെന്നും അത് മുസ്ലിമുകൾക്കെതിരായിരുന്നു എന്നുള്ള വാദമാണ് ഹർജിക്കാർ ഉന്നയിച്ചത്. എന്നാൽ ആ വാദം അംഗീകരിക്കാനോ അത് ഉൾക്കൊള്ളാനോ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. വഖഫ് നിയമ ഭേദഗതിക്ക് സ്റ്റേ നൽകിയിട്ടില്ല. പകരം നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ 2 വകുപ്പുകൾക്കാണ് സുപ്രീം കോടതി സ്റ്റേ നൽകിയിട്ടുള്ളത്. അതിലൊന്ന്, 5 വർഷം മുസ്ലിം മതം അനുഷ്ഠിച്ചവർക്ക് മാത്രമേ വഖഫ് ചെയ്യാനാകൂ, ഭൂമി സ്വത്തുക്കൾ അത് വഖഫിന് നൽകാൻ സാധിക്കൂ, അത്തരത്തിലൊരു ആചാരം നടത്താൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, വഖഫ് സ്വത്തിന്മേൽ അവകാശ തർക്കമുണ്ടാകുമ്പോൾ അന്വേഷണം ആരംഭിച്ചാൽ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ആ സ്വത്ത് വഖഫ് അല്ലാതായി മാറും എന്ന വ്യവസ്ഥയുണ്ടായിരുന്നു.